ഈ ഒരു ക്വസ്റ്റ്യൻ ബോട്ട് ആൻഡ് സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് SSC CGL 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു മോട്ടോർ ബോട്ട് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ക്യാൻ കവർ 24 കിലോമീറ്റർ അപ്പ് സ്ട്രീം ആൻഡ് 40 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 17 hours. അതായത് 24 കിലോമീറ്റർ അപ്പ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിൽ 40 കിലോമീറ്ററും കവർ ചെയ്യാനായിട്ട് 17 hours. അറ്റ് ദ സെയിം സ്പീഡ് ഇറ്റ് ക്യാൻ ട്രാവൽ 32 ഡൗൺ സ്ട്രീം 12 അപ്പ് സ്ട്രീം ഇൻ 10 hours. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. സ്പീഡ് ഓഫ് സ്ട്രീം കണ്ടുപിടിക്കണമെങ്കിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്പ് സ്ട്രീം കുറച്ചിട്ട് ബൈ 2 ചെയ്യണം. അതിനർത്ഥം ഡൗൺ സ്ട്രീം കണ്ടുപിടിക്കണം, അപ്പ് സ്ട്രീം കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും റൗണ്ടഡ് ഫിഗേഴ്സാണ് അല്ലേ. മീൻസ് ഈ അവർ കൊടുത്തിരിക്കുന്ന 17 അവർ 10 അവർ. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന HCF മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഡൗൺ സ്ട്രീമിൻ്റെ കേസിൽ 40ൻ്റെയും 32ൻ്റെയും HCF ആയിട്ടുള്ള 8 ഡൗൺ സ്ട്രീം സ്പീഡായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 മണിക്കൂർ എന്ന് പറഞ്ഞു വരും. ടോട്ടൽ 10 ആകാനായിട്ട് ഇവിടെ 6 മണിക്കൂർ വേണം. ഇവിടെ 6 മണിക്കൂർ ആകണമെങ്കിൽ ഇത് 2 ആകണം. ഓക്കെ, അപ്പോൾ 2 അപ്പ് സ്ട്രീം ദെൻ 8 ഡൗൺ സ്ട്രീം ഉറപ്പിക്കാറായിട്ടില്ല, മുകളിലത്തെ കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 8ഉം ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ ടോട്ടൽ 17 അവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സ്ട്രീം 2 ഡൗൺ സ്ട്രീം 5 പറഞ്ഞ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 5 വരും, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 12 വരും. 12 + 5 17 ആയതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് നമുക്ക് 8 അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് 2 എടുക്കാം. സോ 8 - 2/2. ഓക്കെ, 3 ആയിരിക്കും. 3 km/h ആയിരിക്കും സ്ട്രീമിൻ്റെ സ്പീഡായിട്ട് വരുന്നത്.